ഞാൻ അടുത്ത കാലത്ത് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടു. എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെൻറ്റിസ്റ്റ് ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു ചെക്കപ്പ് ചോദിച്ചു, സാറിന് മാനസികമായ പിരിമുറുക്കമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാനസികമായ പിരിമുറുക്കം എന്ന് വെച്ചാൽ ആരാ ഇല്ലാത്തത്, അതിൻ്റെ അല്ല പൊതുവേ അത് ആഹാരം ആർത്തിയോടെ കഴിക്കുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ സ്വാദിഷ്ടമായി കഴിക്കും. വല്ലാതെ ചവച്ചാണോ കഴിക്കുന്നത്? ഞാൻ മിക്കവാറും ഞാനും എൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊല്ലത്തിരുന്ന ഭക്ഷണം കഴിച്ച് ആറ്റിങ്ങ ശബ്ദം കേൾക്കാൻ പറ്റും ചവയ്ക്കുന്നത്. അപ്പോൾ അത്ര അങ്ങനല്ലേ. അപ്പോൾ അതാകാം ഒരു കാരണം. എന്ത്, താങ്കളുടെ പല്ലിനൊരു ചെറിയ തേയ്മാനം വന്നിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു ബഹളക്കാരൻ തീറ്റയല്ല എൻ്റേത്. എന്നാൽ പിന്നെ പിരിമുറുക്കം എന്ന് വെച്ചാൽ സാറിന് അനിഷ്ടമായ കാര്യങ്ങൾ കാണുമ്പം സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെനിക്കറിയില്ല, സാർ അറിയാത്തതുകൊണ്ടാണ്. അനിഷ്ടമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പല്ലിറുമ്പും. അപ്പോൾ ഞാൻ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അവൾ കുറ്റവാളിയിലാണ് ഞാൻ, കാരണം അവളുടെ പല്ല് നല്ല ബലമുള്ളതാണ്, കുഴപ്പമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, അനിഷ്ടമായ കാര്യങ്ങൾ ചുറ്റും കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മിലുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് പല്ലിറുമ്പുക. അങ്ങനെ പല്ലിറുമിയാണ് പല്ല് തേയ്മാനം വരുന്നതെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ കേരളത്തിലെ ഒരു 90% ആൾക്കാർക്ക് പല്ല് കാണത്തില്ല. കാരണം അത്രത്തോളം സഹിക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സഹിക്കുകയാണെന്നുള്ളതാണ് സത്യം.